ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നു. ഇന്നലെ സന്നിധാനത്ത് എത്തിയത് 93,900 പേരാണ്. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ സന്നിധാനത്ത് അവലോകന യോഗം ചേർന്നു. CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിലെ നിയന്ത്രണാതീതമായ തിരക്കും ഇത്തരത്തിലൊരു സാഹചര്യമുണ്ടായാൽ ഇനി എടുക്കാൻ പോകുന്ന നടപടികളെല്ലാം വിശദമായി പറയുന്നതായിരുന്നു മന്ത്രി കെ രാധാകൃഷ്ണന്റെ വാർത്താ സമ്മേളനം. 2015 കാലത്ത് 17 മണിക്കൂർ വരെ ഭക്തന്മാർക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം വന്നു. പക്ഷെ അത്രയൊന്നും ഇപ്പോൾ വന്നിട്ടില്ലെന്നും ഇപ്പോൾ നടക്കുന്ന പ്രചാരണങ്ങളിൽ ചിലർക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ചിലരുടെ താല്പര്യപ്രകാരമുള്ള പ്രതിഷേധങ്ങളാണ് നടക്കുന്നതെന്ന് മന്ത്രി ആരോപിച്ചു. അന്ന് 2015 ഉണ്ടാകാത്ത പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തവണ തിരക്ക് നിയന്ത്രണാതീതമാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി അദ്ദേഹം എടുത്തു പറഞ്ഞത് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുമ്പോൾ കുട്ടികളുടെ എണ്ണം അതിൽ രേഖപ്പെടുത്തുന്നില്ല. പക്ഷേ അങ്ങനെ രേഖപ്പെടുത്താത്ത കുട്ടികളുടെ എണ്ണം കൂടി ഉൾപ്പെടുത്താത്ത തരത്തിലായിരുന്നു ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ കുട്ടികളും അതുപോലെ പ്രായമായവരും ഭിന്നശേഷിക്കാരും കൂടുതലായിട്ട് ഇത്തവണ ശബരിമലയിൽ എത്തിയപ്പോൾ ചില നിയന്ത്രണങ്ങൾ പാളിപ്പോയി, അല്ലെങ്കിൽ വേണ്ട വേഗത്തിൽ കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല എന്നൊരു വിശദീകരണമാണ് അദ്ദേഹം നൽകിയത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു അത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നാൽ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതേപോലെ തന്നെ ഈ വാഹനങ്ങൾ നിലയ്ക്കലും പമ്പയിലും മറ്റും പിടിച്ചിടുന്നില്ല. നിലയ്ക്കലെത്തുന്നതിന് മുമ്പ് പിടിച്ചിടുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അത് ഈ ചില മുന്നനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നത്. പക്ഷേ ഇനി അത്തരത്തിൽ വനമേഖലയിലോ അല്ലെങ്കിൽ ആളുകൾക്ക് വെള്ളമോ ഭക്ഷണമോ മറ്റ് പ്രാഥമിക സൗകര്യങ്ങളില്ലാത്തടുത്ത് നിർത്തിടുകയില്ല എന്നും, അതിന് പകരം എവിടെയെല്ലാം ഇത്തരത്തിൽ നിലയ്ക്കലെത്തുന്നതിന് മുൻപ് വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കാമെന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി നടപടികൾ എടുക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇപ്പോൾ ഒരു അസാധാരണ ആശങ്ക പടർത്താനുള്ള ശ്രമമാണ് പലരും നടത്തുന്നതെന്നും, ആ കുട്ടി നിലയ്ക്കലിൽ വെച്ച് കുട്ടി അച്ഛനെ കാണാതെ കരഞ്ഞത് മറ്റു പലരും തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടെന്നും പലരും പഠിപ്പിച്ചു വെച്ചതുപോലെയാണ് ചിലർ പ്രതികരിക്കുന്നതെന്നും അദ്ദേഹം വിമർശനാത്മകമായിട്ട് വിശദീകരിച്ചു. 7, 8, 9, 10 തീയതികളിലായപ്പോഴേക്കും, പ്രത്യേകിച്ചും ഹോളിഡേ ആയതുകൊണ്ട് ഭക്തജനത്തിരക്ക് വല്ലാതെ വർദ്ധിച്ചു വന്നു. അങ്ങനെ വർദ്ധിച്ചു വന്ന ഭക്തജനത്തിരക്കാണ് വലിയ രീതിയിലുള്ള പ്രയാസങ്ങളുണ്ടാക്കി എന്നുള്ള പ്രചാരവേലകൾ സംഘടിപ്പിക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, അസാധാരണമായിട്ടുള്ളൊരു ആശങ്ക ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടന്നു. മുൻകാലങ്ങളിലും ഇതുപോലെയുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും ഭക്തജന തിരക്കുണ്ടാകുമ്പോഴൊക്കെ തന്നെ സംഭവിച്ചതിനേക്കാൾ കൂടുതലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ശബരിമലയിലെ ഒരുക്കങ്ങൾ അത് കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. എല്ലാ വകുപ്പുകളുടെയും ചുമതലയിൽ അല്ലെങ്കിൽ കോർഡിനേഷനോടെയായിരിക്കും ഇക്കാര്യങ്ങൾ നടപ്പാക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് വരും എന്നും മുന്നിൽ കണ്ട് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഈ തിരക്ക് സ്വാഭാവികമായിട്ടും വരുന്നതാണ്. പക്ഷേ ഭക്തർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഈ കാര്യങ്ങൾ ദർശനം നടത്തി തിരിച്ചു പോകാനുള്ള സാഹചര്യം ഒരുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും, ഒരു ഭക്തൻ്റെയും കണ്ണീർ വീഴാതെ ശബരിമലയിൽ നിന്ന് തിരിച്ചു പോകണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം വിശദീകരിച്ചു. എന്നാൽ ഈ വിഷയങ്ങളിൽ രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പുകൾ നടത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്ന വിമർശനവും മന്ത്രി കെ രാധാകൃഷ്ണൻ വിശദീകരിച്ചു. ഈ കുട്ടിയുടെ കണ്ണീർ വീണ അല്ലെങ്കിൽ കരയുന്ന കുട്ടിയുടെ ഫോട്ടോ വെച്ച് പലരും നടത്തുന്ന രാഷ്ട്രീയ പ്രചാരണങ്ങളെയും അദ്ദേഹം നിശിതമായിട്ട് വിമർശിച്ചു. അത് രാഷ്ട്രീയ ആയുധമാക്കാനുള്ള ശ്രമമാണ്, അത് വിജയിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്തു തന്നെയാണെങ്കിലും മന്ത്രി കെ രാധാകൃഷ്ണൻ ശബരിമല സന്നിധാനത്തെത്തി ഇവിടുത്തെ സാഹചര്യങ്ങൾ മുഴുവൻ കണ്ട് മനസ്സിലാക്കി അതിനുശേഷമാണ് വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത്. നിലവിൽ ഉണ്ടായ തിരക്കിൻ്റെ കാര്യകാരണങ്ങളും ഇനി ഇത്തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുടെ നടപടി എടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു മന്ത്രിയുടെ അവലോകന യോഗവും സന്ദർശനവും അതിനുശേഷമുള്ള വാർത്താ സമ്മേളനവും. എന്തായാലും ശബരിമലയുടെ തിരക്ക് നിയന്ത്രിക്കാൻ ഈ നടപടികൾ ഈ ഫലം കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സന്നിധാനത്ത് നിന്നും സുമേഷ് മറാഴയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.